സാർ, ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത ഡൽഹി തിരഞ്ഞെടുപ്പ് തന്നെയാണ്. അതിൻ്റെ ഫലം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽ വന്നു. ഒന്ന്, ഒമർ അബ്ദുള്ള കാലത്ത് തന്നെ പ്രഖ്യാപിച്ചു ഇന്ത്യ മുന്നണി പിരിച്ചുവിടണം. കാരണം ഇന്ത്യ മുന്നണിക്കകത്തുള്ള കോൺഗ്രസും അതേപോലെ തന്നെ ആം ആദ്മിയും തമ്മിൽ പരസ്പരം വെട്ടിച്ചാകുന്ന കാഴ്ചയാണ്. രണ്ട്, നമുക്ക് ശ്രദ്ധേയമായി തോന്നിയ കാര്യം ഡൽഹി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യം സംപൂജ്യമായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഡൽഹിയിൽ കോൺഗ്രസിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് വ്യക്തമാക്കപ്പെടുന്നു. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുക, അല്ലെങ്കിൽ എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രശ്നങ്ങൾ? കോൺഗ്രസ്സിന് ഡൽഹിയിൽ സംഭവിച്ചത് ദൗർഭാഗ്യമെന്ന് പറഞ്ഞുകൂടാ, കാര്യശേഷിയില്ലായ്മയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി എംപിയും നേരിട്ട് നയിച്ച ഒരു സംസ്ഥാന ഇലക്ഷനാണത്. അവർ എല്ലാ മണ്ഡലങ്ങളിലും അവരുടെ 70 നിയോജക മണ്ഡലങ്ങളിലും അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഒരു വർഷം മുമ്പ് രൂപം കൊടുത്ത INDA മുന്നണി ഡൽഹിയിൽ പൊളിഞ്ഞുപോയി. അവർക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാകും എന്ന് കരുതിയിരുന്ന ആം ആദ്മി പാർട്ടിയുമായിട്ട് തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് തെറ്റിപ്പിരിഞ്ഞു. മാത്രമല്ല, അവരുടെ മറ്റ് രണ്ട് ഘടകകക്ഷികളായി മാറിയും ഏറിയും കൊണ്ടിരുന്ന തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടി, അവർക്ക് പാർലമെൻറ്റ് ഇലക്ഷൻ കാലത്ത് കോൺഗ്രസ്സിന് UP-യിൽ എന്തെങ്കിലും ഒരു അഡ്രസ്സ് തിരിച്ചു കിട്ടാൻ വഴിയൊരുക്കി കൊടുത്ത സമാജ്വാദി പാർട്ടി അരവിന്ദ് കെജ്രിവാളിനെയാണ് പിന്തുണച്ചത്. അപ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്കായിരുന്നു. ഒരു മുന്നണി എന്ന നിലയിൽ അവരുടെ മുന്നണി പരാജയപ്പെട്ടുകൂടെ ശിഥിലമായി. അതുകൊണ്ടാണ് ഒമർ അബ്ദുള്ളയിൽ നിന്ന് അങ്ങനെ ഒരു പ്രസ്താവന വരാൻ കാരണമായതെന്ന് മനസ്സിലാക്കണം. ഈ വരാൻ പോകുന്ന കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തെ നയിക്കാൻ കെൽപ്പുള്ളത് കോൺഗ്രസ് അല്ല BJP ആണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിട്ട് മാറി. തീർച്ചയായിട്ടും ഇന്ത്യൻ അർബൻ മിഡിൽ ക്ലാസ്സിന് കോൺഗ്രസ് അസ്വീകാര്യമായി തുടങ്ങിയിട്ട് കുറേ കാലമായി. ഗ്രാമങ്ങളിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു 10 കോൺഗ്രസ്സുകാരുണ്ട്. നമുക്ക് കേരളത്തിലെ സ്ഥിതി അറിയാം. കേരളത്തിലെ ഏത് ഗ്രാമത്തിൽ ചെന്നാലും ഒരു 10-15 കോൺഗ്രസ്സുകാരെ കിട്ടും ഇപ്പോഴും. അതേസമയത്ത് ഇന്ത്യയിലെ അതിദ്രുതം പുരോഗതി ആഗ്രഹിക്കുന്ന മധ്യവർത്തികൾ, മിഡിൽ ക്ലാസ്, അവർക്ക് കോൺഗ്രസ്സിനെ അസ്വീകാര്യമായിട്ട് കുറേ കാലമായി. ഇത് തിരിച്ചറിയാത്തത് കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് തുടർച്ചയായി ഈ കുടുംബവാഴ്ചയെ പ്രണയിച്ചാണ് ശീലം. അവരെ ഇന്നും ഭരിക്കുന്നത് കുടുംബാധിപത്യത്തിൻ്റെ പ്രവണതകളാണ്. അതിൽ നിന്ന് നമ്മൾ ഏറെക്കുറെ ഒരു പുരോഗമനവാദി എന്ന് കരുതുന്ന AK ആൻ്റണി പോലും മോചിതനല്ല. കുടുംബമാണ് പരമപ്രധാനം. ഈ ഡൈനാസ്റ്റിയെ അടിക്കുന്ന മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളുമാണ് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ഉജ്ജ്വലമായി ഉപയോഗിച്ചത്. അദ്ദേഹം ഒരു കുടുംബത്തിന് വേണ്ടി ഒരു പാർട്ടി. അതെ, ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെതിരെ സംസാരിച്ചാൽ അതിന് സ്വീകാര്യത വർദ്ധിക്കും. കാരണം നമ്മൾ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഈ കുടുംബാധിപത്യത്തെ അംഗീകരിക്കാനായിട്ട് ജനാധിപത്യ ബോധമുള്ള ഒരു മനുഷ്യൻ തയ്യാറാകില്ല. അത് ശക്തമായിട്ട് BJP കുറേ കാലമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. വളരെ ശക്തമായിട്ട്. പക്ഷേ അതിന് പ്രതിരോധിക്കാൻ കോൺഗ്രസ്സിന് കഴിയാതെ പോകുന്നത് ഇവരുടെ അധികാരം കൈവിടുക എന്നുള്ളതാണ് പ്രശ്നം. അതെ, നേതൃത്വപരമായ പാപ്പരത്വം, നേതൃദാരിദ്ര്യം കോൺഗ്രസ്സിനില്ല. നേതാക്കളുടെ ബാഹുല്യമുണ്ട്. പക്ഷേ ഇടപെടുന്ന നേതാക്കൾ ഭീരുക്കളാണ്. ധൈര്യമായിട്ട് കുടുംബത്തിനെതിരെ സംസാരിക്കാൻ ഒരു നേതാവ് അതിനകത്തില്ല. അങ്ങനെ സംസാരിച്ചാൽ അവർ പിന്നെ പാർട്ടിയിൽ ഉണ്ടാവില്ല. അല്ല, അത് എല്ലാ പാർട്ടികളുടെയും പ്രശ്നമാണ് ശരിക്കും. മാഷ് ഈ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചോ, AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സമീപത്തുള്ള സീറ്റ് ഇരുന്നു. ഇതെല്ലാം കാണുന്നുണ്ടാണല്ലോ. ഇതെല്ലാം ക്യാമറയിലൂടെ ലോകം മുഴുവൻ കാണുകയാണ്. വിഷണ്ണനായി ഒരു പ്രതിഷേധ മുഖഭാവത്തോടു കൂടി ആ വേദിയിൽ നിന്ന് ബോയ്കോട്ട് ചെയ്യുന്ന കോൺഗ്രസ് പ്രസിഡന്റിനെ ജനങ്ങൾ കണ്ടു. ഇത് എന്തൊരു ദാസ്യമാണ്! ഇതാണോ ജനാധിപത്യം? അല്ല, ഇത് ഒരു ചെറിയ തുടക്കമല്ല, എത്ര കാലമായി തുടരുന്ന ഒരു പ്രക്രിയയാണ്. അത് ആ ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെതിരെ വരുന്നതായിട്ടുള്ള മുദ്രാവാക്യത്തെ അഭിസംബോധന ചെയ്യാനോ അതിന് മറുപടി കൊടുക്കാനോ യാതൊരു ശേഷി ഈ പാർട്ടിക്കില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട്
വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതെ അതെ പക്ഷേ അത് എന്താണ് അവർക്കെന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത് എന്ന് നമുക്കറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് കോൺഗ്രസ്സിൽ അതിനകത്ത് ഇതിനെ ചോദ്യം ചെയ്യാൻ ധൈര്യമുള്ള ആളുകളില്ല. ചോദ്യം ചെയ്ത ആൾ പുറത്ത് പോയി പുതിയ പാർട്ടി ഉണ്ടാക്കേണ്ടി വരികയാണ്. പല തവണ ഇതിനെതിരെ ശബ്ദിച്ചവരുണ്ട്. പിന്നെ ശരത് പവാർ അടക്കം, നേരത്തെ PA സക്മ തുടങ്ങിയ ആളുകൾ ഈ ഡൈനാസ്റ്റിക്ക് എതിരായിട്ട് തുറന്നൊരു യുദ്ധം നടത്തിയില്ലെങ്കിലും അത് ഉള്ളിൽ വെച്ചുകൊണ്ട് ചില അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. പവാർ പുറത്തില്ല, അവരിൽ ബഹുഭൂരിപക്ഷം ആളുകൾ എത്തിച്ചേർന്ന് BJP-യിലാണ്. അതെ അതെ, BJP മുന്നണിയിലോ BJP മുന്നണിയിൽ മാത്രമല്ല, BJP-യിൽ ചേർന്ന എത്രയോ കോൺഗ്രസ്സുകാരുണ്ട് ഈ ഇത്തരം പ്രശ്നങ്ങളുടെ. അതിനേക്കാൾ ഭേദപ്പെട്ട ജനാധിപത്യം ഇപ്പുറത്താണെന്ന്. അല്ല, ഹേമന്ത് ബിശ്വ ശർമ്മ പോലും എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ചില ഇഷ്യൂസിൻ്റെ പുറത്താണ് BJP-യിൽ എത്തുന്നത്. കുശാഗ്ര ബുദ്ധിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഇഷ്യൂ ഡൽഹി വോട്ടർമാരുടെ ഇടയിൽ, മിഡിൽ ക്ലാസ് വോട്ടർമാരുടെ, പ്രബുദ്ധ വോട്ടർമാർ എന്ന് കരുതുന്ന വിദ്യാസമ്പന്നരുടെ ഇടയിൽ ഇത് ഉപയോഗിച്ചു. അത് കറക്റ്റാണെന്ന് തോന്നി. അതുകൊണ്ടാണ് കോൺഗ്രസിനെ വീണ്ടും പൂജ്യാവസ്ഥയിൽ നിലനിർത്താൻ പറ്റിയത്. പിന്നെ കെജ്രിവാൾ എക്സ്പോസ് ചെയ്യപ്പെട്ടു. കെജ്രിവാൾ അഴിമതിക്കെതിരെ ചൂടെടുത്തെങ്കിലും അദ്ദേഹവും ഒരു വലിയ അഴിമതിക്കാരനാണെന്ന് സ്ഥാപിക്കാനും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ ഭരണ നടപടികൾ വിലയിരുത്തിക്കൊണ്ട് മോദിക്ക് കഴിഞ്ഞു. അല്ല, ഞാനതിൻ്റെ അകത്ത് കാണുന്നത് ഈ BJP-യുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗും വളരെ ശക്തമാണ്. കാരണം അവരെല്ലാം സ്ഥിരമായിട്ട് 93 അധികാരത്തിന് വന്നതിന് ശേഷം പിന്നീട് അവർക്ക് അധികാരത്തിൽ വരാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ്. 93-ലാണ് ഡൽഹി ആദ്യമായിട്ട് BJP ഭരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഖുറാനായിരുന്നു അവരുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നത്. അതിനുശേഷം പിന്നീട് കോൺഗ്രസ്സിന് അധികാരം മാറേണ്ടി വന്നു, കൈയൊഴിയേണ്ടി വന്നു. 15 വർഷക്കാലം ഷീലാ ദീക്ഷിത് അവിടെ കോൺഗ്രസ്സിനെ നയിച്ചു നടന്നു. പിന്നെ കേജ്രിവാളിലേക്ക് എത്തി. അപ്പോൾ കേജ്രിവാളിലേക്ക് വരുന്ന സമയത്ത് കേജ്രിവാൾ എന്തുകൊണ്ട് ഡൽഹി പിടിക്കുന്നു എന്ന ചോദ്യം BJP-യുടെ മുന്നിൽ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ 2 സാധനങ്ങളാണ് അദ്ദേഹത്തെ മുന്നിൽ. ഒന്ന്, അഴിമതിക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം. 2, ഒരുപാട് ഫ്രീ ബീസുകൾ കൊടുക്കുക, അതായത് സൗജന്യങ്ങളുടെ ഒരു സർക്കാരായിട്ടാണ് ഈ സർക്കാർ അറിയപ്പെട്ടത്. ആം ആദ്മി എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു സർക്കാരായിട്ട് മാറുന്നത്. ജനങ്ങൾ പ്രത്യേകിച്ച് വളരെയധികം അതിദരിദ്രരായിട്ടുള്ള മനുഷ്യരെ അടങ്ങുന്ന ഒരു പ്രദേശമാണ് ഡൽഹി എന്ന് നമുക്കറിയാം. 2 എക്സ്ട്രീമുണ്ട്. 2 എക്സ്ട്രീമുണ്ട്. സമ്പന്നർ ഒരു വശത്ത്, ഒരു വശത്ത് അതിദരിദ്രരായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇവരെ അഭിസംബോധന ചെയ്യുകയും അവരുടെ പാർട്ടിയായിട്ട് മാറുകയും ചെയ്തതായിരുന്നു ആപ്പിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. പക്ഷേ അത് രണ്ടും പൊളിഞ്ഞു പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, വളരെ കൃത്യമായിട്ട് BJP ഇയാളെ പൊളിക്കാനായിട്ട്, ഇയാൾ അഴിമതിക്കാരനെന്ന് തെളിയിക്കാനായിട്ടുള്ള സംഭവം ഉണ്ടായി. ഇപ്പോൾ എതിരാളികളൊക്കെ പറയും ഇയാൾ മദ്യനയ മാറ്റത്തിൽ അഴിമതി നടത്തിയിട്ടില്ല എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ, അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയും. പക്ഷേ ആ അഴിമതി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്തുകൊണ്ട് അഴിമതിയിലേക്ക് അയാൾ പോയെന്ന് വെച്ചാൽ, അയാൾക്ക് ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാവണം, ഡൽഹിയുടെ മുഖ്യമന്ത്രിയാൽ മാത്രം പോരാ എന്ന തരത്തിൽ ആർത്തി അദ്ദേഹത്തെ കാർന്നു തിന്നപ്പോഴാണ് അദ്ദേഹം ഈ അപകടത്തിലേക്ക് ചെന്ന് വീണത്, അഴിമതിക്കാരനായി മാറി. അത് കൃത്യമായിട്ട് BJP-ക്ക് എക്സ്പോസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ വീഴ്ചയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും അത് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് വേദിയിൽ നമ്മൾ കണ്ട 3 ഗ്രൂപ്പും 3 കക്ഷികളും ധാരാളം സൗജന്യങ്ങൾ ജനങ്ങൾക്ക്, അതായത് സൗജന്യത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു, സൗജന്യ വാഗ്ദാനങ്ങളുടെ തെരഞ്ഞെടുപ്പായിരുന്നു. അവിടുത്തെ ഈ വാഗ്ദാനങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ സൗജന്യങ്ങളെ ജനങ്ങൾ സ്വീകരിച്ചില്ല. അതേസമയത്ത് അരവിന്ദ് കെജ്രിവാൾ ഈ അപകടം മനസ്സിലാക്കിയിരുന്നു. ഞങ്ങളെ അനുകരിക്കുകയാണ് BJP എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ എല്ലാ പദ്ധതികളും അവരും ആവർത്തിക്കുകയാണ്. ഞങ്ങൾ നൽകുന്ന എല്ലാ സൗജന്യങ്ങളും അവരും കൊടുക്കാമെന്ന് പറയുകയാണ്. എന്നിട്ട് അവസാനം അയാൾക്കൊരു വൈരുദ്ധ്യം പറ്റി. നിങ്ങൾ BJP-ക്കാണ് വോട്ട് കൊടുക്കുന്നതെങ്കിൽ 25,000 രൂപ ഓരോ കുടുംബത്തിനും ഓരോ മാസവും ഇല്ലാതാവും. വൈദ്യുതി, ജലം. അല്ല, അതിൻ്റെ അകത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ജനങ്ങൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേജ്രിവാൾ എന്തൊക്കെ കൊടുക്കാൻ തയ്യാറാണോ അതൊക്കെ BJP കൊടുക്കാൻ തയ്യാറാണ് എന്ന് വരുമ്പോൾ BJP-യാണ് കേന്ദ്രം ഭരിക്കുന്നത്. കേജ്രിവാളിന് നൽകാൻ പറ്റാത്ത വേറെ വലിയൊരു വാഗ്ദാനമുണ്ട്. ഡൽഹിയെ അതിവികസന മേഖലയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വൻ പ്രൊജക്റ്റുകൾ അത് നൽകാൻ കഴിയുന്നത് BJP-ക്കാണ് എന്ന് അവർക്കറിയാം. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അരവിന്ദ് കെജ്രിവാൾ നൽകുന്നതെല്ലാം തന്നെ മോദി നൽകും. അതിനോടൊപ്പം മോദിയുടെ ഒരു എന്താണ് അതിൻ്റെ കൂടെ ഒരു എക്സസൈസ്.
അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം യമുനയുടെ നവീകരണം. ആ റിവർ യമുന പൊള്യൂട്ടഡാണ്. മോഡി ഈ ഇലക്ഷൻ കാലത്ത് അത് ചൂണ്ടിക്കാട്ടി. അതിന് പൊള്യൂഷൻ, ഡൽഹിയിലെ മുഴുവൻ പൊള്യൂഷൻ്റെ ഉത്തരവാദിത്വം ഈ കെജ്രിവാളിൻ്റെ ഭരണകൂടമാണെന്ന് സ്ഥാപിച്ചു. തിരിച്ച് മറുവാദം അയാൾ ഉന്നയിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പൊളിഞ്ഞുപോയി. കാരണം പഞ്ചാബ് ഭരിക്കുന്നത് കെജ്രിവാളിൻ്റെ പാർട്ടിയാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് വരുന്ന പുക, പടിഞ്ഞാറൻ കാറ്റിൽ നിന്ന് അടിച്ചു കൊണ്ടുവരുന്ന പുകയാണ് ഡൽഹിയെ ഏറെ പൊള്യൂട്ട് ചെയ്യുന്നത്. ജലം മലിനമാക്കുന്നത് ഈ അവിടെ വേണ്ടത്ര സാനിറ്റേഷൻ സൗകര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് ഇവിടുത്തെ ഡൽഹി ഭരിക്കുന്ന ഭരണകൂടമാണ്. ഇത് രണ്ടും വളരെ എഫക്റ്റീവായിട്ട് മോഡിക്ക് തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് രാഷ്ട്രീയ വിജയം മാത്രമല്ല, തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ കൂടിയാണ്. അതിൽ BJP കേജ്രിവാളിനെ മറികടന്നു. പ്രത്യേകിച്ച് മോഡി എന്ന ഒരു ആളിൻ്റെ കൂടിയും സവിശേഷമായ ഈ വാക്കുകളൊക്കെ കോയിൻ ചെയ്യുന്നതിന്. അതെ അതെ ശരിയാണ്. അപ്പോൾ ഇതൊരു നല്ല പാഠമാണ് വരുന്ന കാലത്ത് രാഷ്ട്രീയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഈ പകർത്തേണ്ട ഒരു പാഠമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.